നമ്മുടെ പുതിയ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 452 എങ്ങനെയാണ് ട്രിപ്പർ നാവിഗേഷൻ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ലെറ്റ്സ് കം. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. റോയൽ എൻഫീൽഡ് തന്നെ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് നാവിഗേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ഇവിടെ ബൈക്കിൻ്റെ ചിഹ്നം ഉണ്ടാവും. അവിടെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ കണക്ട് എടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് അതിൻ്റെ മോഡ് ഓപ്പൺ ആക്കിയുമ്പോൾ ട്രിപ്പ് 1 ഇങ്ങനെ സ്റ്റോർഡ് വാണിംഗ്, ട്രിപ്പ് 1 ഇങ്ങനെ 3 കാണും. അതിൽ 4ാമത്തെ ഒരു ബട്ടൺ കൂടി അമർത്തുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടിങ് നമ്പർ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ O എന്നുള്ളതായിരിക്കും ഉണ്ടാവുന്നത്, REO എന്നുള്ളത്. അത് 0 ആക്കി മാറ്റണം മാനുവലി. എന്നിട്ട് കണക്ട് ചെയ്യലാണ് ചെയ്യേണ്ടത്. കണക്ഷൻ നൽകിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ കണക്ട് ചെയ്യാണ്. നെറ്റ് വേണം. നെറ്റ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. യെസ്, ഇപ്പോൾ ഇത് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കിതിൽ നാവിഗേഷൻ ഉപയോഗിക്കാൻ നോക്കാം. കണ്ടോ, യു ആർ കണക്റ്റഡ് ഐഫോൺ എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ 3 ഡോട്ട് കണ്ടുകൊടുത്ത് ഇപ്പോൾ 5 ഡോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ നാവിഗേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ജോയ്സ്റ്റിക്കിൽ നമ്മളൊരു പ്രസ് കൂടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഒന്ന് ബാക്കോട്ട് അടിച്ചതിന് ശേഷം നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ റീസെൻ്റ്ലി സെർച്ച് ചെയ്തിരിക്കുന്ന ഒന്ന് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഐ ജസ്റ്റ് ക്ലിക്കിംഗ് ഓൺ ദാറ്റ്. അപ്പോൾ അത് വന്നു. എന്നിട്ട് ഗെറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കാണാൻ വേണ്ടി സാധിക്കും. അറ്റ് ദി സെയിം ടൈം നമുക്കത് ഡിസ്പ്ലേയിൽ വരണം. അതിനുവേണ്ടി സ്റ്റാർട്ട് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നോക്കിക്കേ, ഇസ് ദർ. അതവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ ഓരോ ഡിസ്റ്റൻസും കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ടോട്ടൽ കിലോമീറ്റർ എത്ര സഞ്ചരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്യാൻ. പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ സ്വൈപ്പ് ടു അൺലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ ഡോണ്ട് ലോക്ക് ദി ഫോൺ ലോക്ക് ചെയ്തെന്ത് സംഭവിക്കുക, അതങ്ങ് മാഞ്ഞു പോകും. അതേ സമയത്ത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും വരും. അതിൽ കൃത്യമായിട്ട് അവർ പറയുന്നൊരു കാര്യം, ഇത് നമുക്ക് ലോക്ക് ചെയ്യാതെ ഇങ്ങനെ നമ്മുടെ ബാഗിലോ മറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്തു, വണ്ടി നിർത്തി നമുക്ക് നമ്മളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. സോ വി ക്യാൻ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ മാപ്പ് പോയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു വരും. ഇങ്ങനെയാണ് നമ്മൾ ട്രിപ്പർ നാവിഗേഷൻ യൂസ് ചെയ്യുന്നത്. ഹോപ്പ് ദ വീഡിയോ വാസ് യൂസ്ഫുൾ. താങ്ക് യു.